ദിലീപ് കുമാർ നേരത്തെ ഇവരെക്കാളും മുന്നേ ഒരു പ്രകടന പത്രിക കേരളത്തിൽ വന്നിട്ടുണ്ട് NDA. അവരും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടെ ദിലീപ് വായിച്ചറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രകടന പത്രികകൾ കൂടാതെ ആ പ്രകടന പത്രികയുടെ മനസ്സിൽ വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്താൽ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന വിഷമസന്ധിയെക്കുറിച്ച് ഈ പ്രകടന പത്രികകൾ തയ്യാറാക്കിയവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയും. SKN പൊതുവെ മൂന്ന് മുന്നണികളുടെയും പ്രകടന പത്രികകൾ ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ളതാണ്. അതിൻ്റെ വികസന കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ അതല്ലാതെയുള്ള മറ്റ് ചില വാഗ്ദാനങ്ങളുടെ കാര്യത്തിലാണ്. ഇപ്പോൾ ഈ 5 ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് അങ്ങനെയുള്ള ചില ഫ്രീ ബീസ് എന്ന് പറയുന്ന അതിൽ മാത്രമാണ് ചില വ്യത്യാസങ്ങളുള്ളത്. പൊതുവെ വികസന കാര്യത്തിൽ മൂന്ന് മുന്നണികളും ഏറെക്കുറെ സമാനമായ വീക്ഷണം, അതിപ്പോൾ മെട്രോ ട്രെയിനുകളുടെ കാര്യത്തിലായാൽ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലായാലും എല്ലാം ഏതാണ്ട് സമാനമായ രീതി തന്നെയാണ് ഈ മുന്നണികൾ പുലർത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ സൗജന്യ വാഗ്ദാനങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ തന്നെ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര അടക്കം, നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കടം മറികടക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഭരണത്തിലേറുന്നവർ ആവിഷ്കരിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ മുന്നണികളുടെ നേതാക്കൾക്കൊക്കെ അവരാരും ഈ കടത്തിൽ പിടിച്ചുകൊണ്ട് ഈ സൗജന്യ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുന്നില്ല. സൗജന്യ വാഗ്ദാനങ്ങൾ അധികാരത്തിലെത്താനുള്ള ഒരു കുറുക്കു വഴിയായി കാണുന്നവരാണ് ഇന്നത്തെ കാലത്ത് പല രാഷ്ട്രീയ പാർട്ടികളും. അത് കേരളത്തിൽ മാത്രമല്ല, നമ്മൾ പല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ ഈ അടുത്ത സമയത്ത് കണ്ടതാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 10,000 രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത നിതീഷ് കുമാറിനെ നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷിന് അവിടെ അധികാരത്തിലെത്താൻ, BJP JDU സഖ്യത്തിന് ബീഹാറിൽ അധികാരത്തിലെത്താൻ ആ 10,000 രൂപ വീതം ഇട്ടുകൊടുത്തത് വലിയ സഹായകമായിട്ടുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തമിഴ്നാട് സർക്കാർ 5,000 രൂപ വീതം തമിഴ്നാട്ടിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് സംഭാവനയായി കൊടുത്തതാണ്. അപ്പോൾ ആ നിലയിലുള്ള സൗജന്യമായ വാഗ്ദാനങ്ങൾ നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സമീപ സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ തന്നെ അത്തരം വാഗ്ദാനങ്ങൾ. കർണാടകയിൽ ഈ അടുത്ത കാലത്ത് അവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നതിന്, സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ BJP സർക്കാരിനെ വീഴ്ത്തി അധികാരത്തിലെത്തുന്നതിനും അവിടെയും ഒരു 5 ഗ്യാരണ്ടി ആണ് വോട്ടർമാർക്ക് കോൺഗ്രസ് നൽകിയിരുന്നത്. ഈ സൗജന്യ ബസ് യാത്ര അടക്കമുള്ള കാര്യങ്ങൾ. തെലങ്കാനയിൽ സമാനമായ രീതിയിലുള്ള ഈ 5 ഗ്യാരണ്ടി, അവിടെ 5ഉം പിന്നെ ഒരു ഗ്യാരണ്ടിയും കൂടി കൊടുത്തിരുന്നു. 6 ഗ്യാരണ്ടിയിലാണ് തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. ഇപ്പോൾ പക്ഷേ ഈ കർണാടകയിലേക്ക് അവസ്ഥ, ഈ സാമ്പത്തിക വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അവിടെ ഈ സ്ത്രീകൾക്ക് പ്രതിമാസം കൊടുക്കാമെന്ന് ഏറ്റിരുന്ന തുക ഇപ്പോൾ 2-3 മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. അത് ഈ വാഗ്ദാനങ്ങൾ കൊടുക്കുക, അധികാരത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയായി ഇതിനെയൊക്കെ കാണുക എന്നതാണ് പൊതുവെ രാഷ്ട്രീയ. അതിനിടയിൽ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കണം. നമ്മുടെ KSRTC മന്ത്രി KB ഗണേഷ് കുമാർ ഇടയ്ക്ക് പറഞ്ഞു, ഇത്രയധികം സൗജന്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണമായും ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചാൽ പിന്നെ ഈ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകും എന്ന അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണോ കൊണ്ടുവരുന്നത് നമുക്ക് അറിയില്ല. നമുക്ക് വിശദമായ ചർച്ചയിലേക്ക് ആശ്മി തന്നെ തുടങ്ങാം. അപ്പൊ നമുക്ക് എതിർക്കാനുള്ളവർക്ക് അപ്പം തന്നെ കയറി എതിർക്കാം. ഇനി നമ്മളതിന് എന്നെ കാത്തു നിൽക്കണ്ട. ദിലീപ് പറഞ്ഞതിനകത്ത് ഈ രേവന്ത് റെഡ്ഡി പറഞ്ഞത് ഇതൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കർണാടകത്തിലും തെലങ്കാനയിലും വന്ന് നോക്കുക. അവിടെ ഇതെല്ലാം ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. KSRTCയിൽ ഫ്രീ യാത്ര, സ്ത്രീകൾക്ക് ഫ്രീ യാത്ര എന്ന് പറയുന്നത് അതിന് ഒരു സൗജന്യ ഫ്രീ ബി വാഗ്ദാനം എന്ന നിലയ്ക്ക് മാത്രം കാണണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.